നമസ്കാരം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനുമായുള്ള ആണവ മിസൈൽ വിഷയങ്ങളിൽ പുതിയ കരാറുകൾക്കായി സമ്മർദ്ദം ചെലുത്തുന്നതിനിടെ രാജ്യത്തിന്റെ തന്ത്രപ്രധാനമായ ആയുധ ശേഖരവും സാങ്കേതിക ശേഷിയും ദേശീയ ആസ്തികളായി സംരക്ഷിക്കുമെന്ന് ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള മുജ്തബ ഖമനേയി പ്രഖ്യാപിച്ചു. ഫെബ്രുവരി 28 നടന്ന വ്യോമാക്രമണത്തിൽ പിതാവ് അലി ഖമനേയി കൊല്ലപ്പെട്ടതിനെ തുടർന്ന് അധികാരമേറ്റെടുത്ത മുജ്തബ ഖമനേയി ഇറാനിയൻ സ്റ്റേറ്റ് ടെലിവിഷനിലൂടെ പുറത്തുവിട്ട രേഖാമൂലമുള്ള പ്രസ്താവനയിലാണ് തന്റെ നിലപാട് വ്യക്തമാക്കിയത്. അധികാരമേറ്റെടുത്ത ശേഷം ഇത് ആദ്യമായാണ് ഇത്രയും ശക്തമായ പ്രതികരണം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. കഴിഞ്ഞ കുറച്ചു നാളായി മുജ്തബ ഖമനേയി പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെടാത്തത് വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു. ഇതേ വ്യോമാക്രമണത്തിൽ അദ്ദേഹത്തിന് ഗുരുതരമായി പരിക്കേറ്റുവെന്ന മാധ്യമ റിപ്പോർട്ടുകൾക്കിടെയാണ് ഇപ്പോൾ നിർണായകമായ സന്ദേശം പുറത്തു വന്നിരിക്കുന്നത് എന്നത് ശ്രദ്ധേയമാണ്. രാജ്യത്തിനകത്തും പുറത്തുമുള്ള 9 കോടിയോളം വരുന്ന അഭിമാനികളായ ഇറാനികൾ ഇറാന്റെ സ്വത്വത്തിലും ആത്മീയതയിലും അധിഷ്ഠിതമായ എല്ലാ നേട്ടങ്ങളെയും നെഞ്ചിലേറ്റുന്നുവെന്ന് ഖമനേയി പ്രസ്താവനയിൽ പറഞ്ഞു. നാനോ ടെക്നോളജി, ബയോടെക്നോളജി എന്നിവ മുതൽ ആണവ മിസൈൽ ശേഷികൾ വരെ ഇറാൻ നേടിയെടുത്ത ശാസ്ത്രീയവും വ്യാവസായികവുമായ എല്ലാ മുന്നേറ്റങ്ങളും ദേശീയ സ്വത്താണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സ്വന്തം രാജ്യത്തിന്റെ മണ്ണും വിണ്ണും ജലാതിർത്തികളും കാത്തു സൂക്ഷിക്കുന്നത് പോലെ തന്നെ ഈ സാങ്കേതിക വിദ്യകളും ആയുധശേഷിയും സംരക്ഷിക്കാൻ ഇറാൻ പ്രതിജ്ഞാബദ്ധമാണെന്ന മുന്നറിയിപ്പാണ് അദ്ദേഹം അമേരിക്കയ്ക്ക് നൽകുന്നത്. ഇറാനെ നിരായുധീകരിക്കാനോ സാങ്കേതിക വിദ്യകളിൽ നിയന്ത്രണം ഏർപ്പെടുത്താനോ ഉള്ള ഏത് നീക്കത്തെയും ശക്തമായി പ്രതിരോധിക്കുമെന്ന സൂചനയാണ് ഇതിലൂടെ ലഭിക്കുന്നത്. മേഖലയിലെ അമേരിക്കൻ സാന്നിധ്യത്തിനെതിരെ അതീവ രൂക്ഷമായ ഭാഷയിലാണ് പരമോന്നത നേതാവ് പ്രതികരിച്ചത്. പേർഷ്യൻ ഗൾഫിൽ അമേരിക്കൻ സൈനികർക്ക് ഒരിടമേ ഉള്ളുവെന്നും അത് കടലിന്റെ ആഴങ്ങളിലാണെന്നും അദ്ദേഹം പറഞ്ഞു. സ്ട്രെയ്റ്റ് ഓഫ് ഹോർമോസ് തങ്ങളുടെ പൂർണ്ണമായ നിയന്ത്രണത്തിലാണെന്ന് ഓർമ്മിപ്പിച്ച ഖമനേയി ഈ ജലപാതയുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരുന്ന പുതിയ മാറ്റങ്ങൾ മേഖലയിലെ എല്ലാ രാജ്യങ്ങൾക്കും സാമ്പത്തിക നേട്ടവും സമാധാനവും നൽകുമെന്നും അവകാശപ്പെട്ടു. പേർഷ്യൻ ഗൾഫ് മേഖലയുടെ ഭാവി അമേരിക്കയല്ലാത്ത ഒന്നായിരിക്കുമെന്നും അത് മേഖലയിലെ ജനങ്ങളുടെ പുരോഗതിക്കും ഐശ്വര്യത്തിനും വേണ്ടിയുള്ളതായിരിക്കുമെന്നും അദ്ദേഹം പ്രസ്താവനയിൽ പ്രത്യാശ പ്രകടിപ്പിച്ചു. വിദേശ ശക്തികൾ ഇടപെടലുകൾ മേഖലയിൽ അശാന്തി മാത്രമാണ് പടർത്തുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. അയൽ രാജ്യങ്ങളുമായി ഇറാൻ പൊതുവായ ഒരു വിധിയാണ് പങ്കിടുന്നതെന്നും ഖമനേയി ഓർമ്മിപ്പിച്ചു. ആയിരക്കണക്കിന് കിലോമീറ്ററുകൾക്കപ്പുറത്തു നിന്നും അത്യാഗ്രഹത്തോടും പകയോടും കൂടി എത്തുന്ന വിദേശികൾക്ക് ഈ മണ്ണിലോ കടലിലോ സ്ഥാനമില്ല. പേർഷ്യൻ ഗൾഫിലും ഒമാൻ ഉൾക്കടലിലും വിദേശ ശക്തികൾ നടത്തുന്ന കടന്നുകയറ്റങ്ങളും ദുരുപയോഗങ്ങളും അവസാനിപ്പിക്കുമെന്നും പ്രദേശം സുരക്ഷിതമാക്കാൻ ഇറാൻ മുൻകൈ എടുക്കുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശത്രുക്കളുടെ എല്ലാ വെല്ലുവിളികളെയും അതിജീവിച്ച് സ്ട്രെയ്റ്റ് ഓഫ് ഹോർമൂസിന്റെ ഭരണം കൂടുതൽ കാര്യക്ഷമമാക്കുമെന്നും ഇത് ഗൾഫ് രാഷ്ട്രങ്ങൾക്കിടയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്നും ഖമനേയി പറഞ്ഞു. പുതിയ പരമോന്നത നേതാവിന്റെ പ്രസ്താവന പശ്ചിമേഷ്യയിൽ വീണ്ടും യുദ്ധഭീതിയും നയതന്ത്ര പിരിമുറുക്കവും വർദ്ധിപ്പിക്കാൻ കാരണമായിട്ടുണ്ട്. ട്രംപ് ഭരണകൂടം ഇതിനോട് എങ്ങനെ പ്രതികരിക്കും എന്നതിനെ ആശ്രയിച്ചായിരിക്കും മേഖലയിലെ വരും ദിവസങ്ങളിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ. എന്തായാലും മുജ്തബ ഖമനേയി അതിഭീകരമായി ഗുരുതരമായി വ്യോമാക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിലാണെന്ന വാർത്തകൾ വന്നിരുന്നതാണ്. അത് യാഥാർത്ഥ്യമാണ്. ഇതിനിടയിലാണ് ഖമനേയിയുടെ ഏറ്റവും പുതിയ പ്രസ്താവന പുറത്തു വരുന്നത്. ഇറാന്റെ നയവും നിലപാടുകളും അത് കൃത്യമായി പറഞ്ഞു വയ്ക്കുകയാണ്. അമേരിക്ക മുന്നോട്ട് വയ്ക്കുന്ന നിബന്ധനകളെ തങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് തന്നെയാണ് ഖമനേയി പറയുന്നത്.